കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിപ്പ് കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പരിപ്പിനെ വേവിച്ചെടുക്കാം. കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നന്നായി വെന്ത് പോകും. അപ്പോൾ നമുക്ക് അടുപ്പത്ത് തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. പരിപ്പ് വെന്തുടയാൻ പാടില്ല. കത്തിച്ച് കൊടുക്കുക. പരിപ്പ് വെച്ച് കൊടുക്കുക. പരിപ്പ് ഒരുപാട് വേവാൻ പാടില്ല. അപ്പം അത് നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം മുഴുവൻ വറ്റുമ്പോഴേക്കും പരിപ്പ് വേവും. ഒന്നിങ്ങനെ വേവുണ്ട്. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളി വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം കടുക് ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്കിതിലേക്ക് പരിപ്പിട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പരിപ്പ് തോരൻ ഇതിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എത്ര ഉള്ളി വേണമെങ്കിലും ഇതിലിടാം കേട്ടോ. ഞാൻ കുറച്ചിട്ടു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപ്പും ഉള്ളിയും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. തേങ്ങ ഇല്ലെങ്കിലും നമുക്കിത് ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പരിപ്പും ഉള്ളിയും തോരൻ ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് സ്കൂളിലേക്കൊക്കെ ഇപ്പോൾ നമ്മൾ പച്ചക്കറി ഒന്നും മേടിച്ചില്ലെങ്കിലും സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ചോറിന്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
പിന്നെ നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ ഉള്ളി വഴറ്റണ സമയത്ത് പച്ചമുളക് ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടില്ല. പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം.